ആ അതെ അവരിപ്പോൾ അവർ തെറ്റ് ചെയ്താലും അവരിനെ ഇപ്പോൾ പ്രൊട്ടക്ഷനല്ലേ നോക്കുള്ളൂ. ഹോസ്പിറ്റലിൽ കയറി അവരിൻ്റെ പ്രൊട്ടക്ഷനല്ലേ നോക്കുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ എന്തായാലും പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ചോദിക്കാനും പറയാൻ ആരും ഒന്നും ഇല്ല. ഇപ്പം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ പാവപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കാനും പറയാനില്ല അവർക്ക്. അവർ വലിയ ഉദ്യോഗസ്ഥരല്ലേ, പണിയും എന്ത് ജോലിയൊക്കെ ഉള്ളവരല്ലേ. അപ്പോൾ അവൻ്റെ പ്രൊട്ടക്ഷനെ നോക്കുള്ളൂ, അവൻ്റെ ഹോസ്പിറ്റലിലുള്ള പ്രൊട്ടക്ഷനെ നോക്കുകയുള്ളൂ. കാരണം അവൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർക്ക് മോശമല്ലേ, ഉദ്യോഗസ്ഥർക്ക് മോശമല്ലേ. അതുകൊണ്ട് അവർ നമ്മളുടെ മേലിൽ തെറ്റ് പറയുള്ളൂ. എന്തായാലും നടപടി ഉണ്ടാവുന്നവരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ മുന്നോട്ട് ശാസ്ത്രീയമായ പരിശോധന ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ കൊടുത്തിരിക്കുന്ന ക്ലെയിം ഷീറ്റിൽ. ഇല്ല അവർ നമ്മൾ പോയപ്പോൾ ഒന്നും നോക്കിയില്ല. വേഗം വേദനിച്ചിട്ട് അവൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്നത്. ഡോക്ടർ വരുമ്പോട്ട് ഡോക്ടർ അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ നോക്കിയപ്പോൾ പറഞ്ഞു പ്ലാസ്റ്റർ എക്സ്റേ എടുത്തിട്ട് പിന്നെ നോക്കുമ്പോൾ 2 എല്ല് പൊട്ടിയിട്ടുണ്ട് പറഞ്ഞു. പിന്നെ അവർ വേഗം ഇതിട്ട് ഒരു ഓയിൽമെൻ്റായി മുറി തേച്ചിട്ടുണ്ടായിരുന്നു. മുറി തേച്ചിട്ടാണ് പിന്നെ പ്ലാസ്റ്റർ ഇട്ടത്. പിന്നെ പ്ലാസ്റ്റർ ഇട്ടിട്ട് 2ാം പ്രാവശ്യം പോയി നോക്കിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മുട്ടാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല മുട്ടിയിട്ടുണ്ട്, വേഗം റെഡിയാവും എന്നൊക്കെ പറഞ്ഞു. അവർ തന്നെ പറഞ്ഞു ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവൾക്ക് നല്ലോണം വേദന ഉണ്ട്. ഇവള് ഇത്ര ദിവസം വരെ ഉറങ്ങിയിട്ടില്ല. ഈ കൈ മുറിക്കുന്ന ദിവസം വരെ ഉറങ്ങിയിട്ടേ ഇല്ല. എന്താണ് ഈ 30-ാം തീയതി കൈ മുറിച്ചിട്ടാണ് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോഴാണ് കുറച്ചെങ്കിലും ഉറങ്ങിയതാണ്. അതുവരെ ഈ 24 തൊട്ട് 30-ാം തീയതി വരെ ഉറങ്ങിയിട്ടേ ഇല്ല. എണിക്കുക നടക്കുക എന്താണ് ചോദിച്ചാൽ അമ്മ എനിക്ക് കൈയൊക്കെ കൈ ഉഴിഞ്ഞു കൊടുത്താലും വേദന പോകണില്ല. ഞങ്ങൾ പറഞ്ഞു 25-ാം തീയതി പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വേദനയുണ്ട്, കുറച്ച് വീക്കമുണ്ട്, കൈ നമുക്ക് വിരലുകൾ ഇങ്ങനെ ആക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ആക്കാൻ പറ്റില്ല പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും ഇത്തിരി ആക്കിയാൽ മതി പറഞ്ഞു. ഞാൻ ആക്കുമ്പോൾ അവൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറയണു പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, എല്ല് 2 പൊട്ടിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരോഗ്യ വകുപ്പ് ഇതിൽ ഇങ്ങനെ ഒരു ഡോക്ടർമാരെ തന്നെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനി ആരോഗ്യമന്ത്രിയെ കാണുന്നുണ്ടോ, അതല്ലെങ്കിൽ ആരോഗ്യമന്ത്രി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ മകൾക്ക് നീതി വേണം. എൻ്റെ മകൾക്ക് എന്നല്ല, ഇപ്പം നാളെ ആരാണെങ്കിലും പോയാലും അവർക്കൊരു നീതി വേണ്ടേ. എൻ്റെ മകൾക്കൊരു നീതി കിട്ടിയിരിക്കണം. അങ്ങനെയാണ്.